നിരവധി പ്രമുഖർ ഇന്ന് പത്രിക നൽകുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് ഇന്നാണ് പത്രിക നൽകുന്നത്. പ്രകടനമായിട്ടാണ് പത്രിക നൽകാൻ അദ്ദേഹം പുറപ്പെട്ടിരിക്കുന്നത്. അർജുൻ മട്ടന്നൂർ വിവരങ്ങളുമായി. അർജുൻ, പ്രതിപക്ഷ നേതാവ് പറവൂരിൽ പത്രിക നൽകാൻ നീങ്ങുന്ന ദൃശ്യങ്ങളാണ്. വിശദാംശങ്ങൾ ആരൊക്കെയാണ് അദ്ദേഹത്തിനൊപ്പം ഉള്ളത്? സ്മൃതി, ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. പറവൂരിലെ കോൺഗ്രസ് ഭവനിൽ നിന്ന് പ്രവർത്തകർക്കൊപ്പം പ്രാദേശിക നേതാക്കൾക്കൊപ്പം പ്രകടനമായി തന്നെ ഇപ്പോൾ ഈ ഭരണാധികാരിയുടെ അടുത്തേക്ക് പോവുകയാണ്. ഏതാണ്ട് 400 മീറ്ററോളം കാൽനടയായി നടന്നുകൊണ്ടാണ് ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ പോകുന്നത്. എന്തായാലും രാവിലെ അദ്ദേഹം ക്ഷേത്ര ദർശനമടക്കം നടത്തി. അതിനുശേഷം മണ്ഡലത്തിലെ ചില വ്യക്തികളെയും മറ്റും വ്യക്തിപരമായി കാണുകയും ചെയ്തു. അതിനുശേഷമാണ് ഇത്തരത്തിൽ പറവൂർ കോൺഗ്രസ് ഓഫീസിലേക്ക് എത്തുകയും ചെയ്തിരിക്കുന്നത്. പ്ലാച്ചിമട സമരസമിതിയാണ് അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പിന് കെട്ടിവെക്കാനുള്ള പണമടക്കം നൽകുകയും ചെയ്തത്. അത് സ്വീകരിച്ച ശേഷമാണ് ഇപ്പോൾ ഭരണാധികാരിയായ പറവൂർ അഡീഷണൽ തഹസിൽദാർ മുൻപാകെ പത്രിക സമർപ്പിക്കാൻ വേണ്ടി പോവുകയും ചെയ്യുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി മണ്ഡലത്തിൽ തന്നെ സജീവമായി തന്നെ തുടരുന്നുണ്ടായിരുന്നു അദ്ദേഹം. മാത്രവുമല്ല, ജില്ലയിലെ മറ്റ് മണ്ഡലങ്ങളിലും അദ്ദേഹം ഇത്തരത്തിൽ പ്രചരണവുമായി എത്തുകയും ചെയ്തിരുന്നു. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിവസമായ ഇന്നാണ് പ്രധാനപ്പെട്ട നേതാക്കളും പത്രിക നൽകുകയാണ്. ഇന്ന് ബോക്സിൽ കാണാം PV അൻവർ, ബേപ്പൂരിൽ മുഹമ്മദ് റിയാസിന്റെ എതിരാളി. അവിടെ PV അൻവർ പത്രിക നൽകുന്ന ദൃശ്യങ്ങൾ കൂടി ഒരു വശത്ത് കാണാം. പ്രതിപക്ഷ നേതാവ് പത്രിക നൽകാൻ പ്രകടമായി നീങ്ങുന്ന ദൃശ്യങ്ങൾ ആയിട്ടേ ഉള്ളൂ. അവിടെ പത്രിക നൽകുന്നു കോഴിക്കോട് ബേപ്പൂരിലെ സ്ഥാനാർത്ഥി PV അൻവർ. ഷാദ് റഹ്മാൻ വിവരങ്ങളുമായി. ഷാദ്, ഇപ്പോൾ PV അൻവറും പത്രിക നൽകാൻ എത്തുകയാണ്. അദ്ദേഹവും പ്രകടനമായിട്ട് തന്നെയാണോ പത്രിക നൽകാൻ എത്തിയത്? തീർച്ചയായും സ്മൃതി, PV അൻവർ ഇപ്പോൾ പത്രിക സമർപ്പിക്കാനായിട്ട് ജില്ലാ ഭരണാധികാരിക്ക് മുൻപാകെ എത്തിയിട്ടുണ്ട്. നമുക്കറിയാം, സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും ഗ്ലാമർ മണ്ഡലം നടക്കുന്ന, അല്ലെങ്കിൽ ഏറ്റവും ഗ്ലാമർ മണ്ഡലം ഏതാണെന്ന് ചോദിച്ചാൽ അത് ബേപ്പൂർ മണ്ഡലമാണ്. കാരണം മുഹമ്മദ് റിയാസ് വാസ് PV അൻവർ, അതാണ് ബേപ്പൂർ മണ്ഡലത്തിൽ നടക്കുന്ന തീപാറുന്ന പോരാട്ടം. ആ തീപാറുന്ന പോരാട്ടത്തിലെ ഇപ്പോൾ സ്വതന്ത്ര സ്ഥാനാർത്ഥി UDFന്റെ സഹകരണത്തോടുകൂടി, അല്ലെങ്കിൽ UDFന്റെ പിന്തുണയോടുകൂടി മത്സരിക്കുന്ന PV അൻവറാണ് ഇപ്പോൾ ജില്ലാ ഭരണാധികാരിക്ക് മുൻപാകെ പത്രിക സമർപ്പിക്കാനായിട്ട് എത്തിയിട്ടുള്ളത്. അദ്ദേഹം പ്രകടനമായിട്ടാണ് എത്തിയിട്ടുള്ളത്. മാത്രമല്ല, ബേപ്പൂർ മണ്ഡലത്തിലെ വികസന മുരടിപ്പിന്റെ ചില പ്രതീകാത്മക രൂപങ്ങൾ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രതിനിധികളെ കൂടി ഈ പ്രകടനത്തിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇന്ന് ഈ പത്രിക സമർപ്പിക്കാനായിട്ട് അവിടേക്ക് എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അദ്ദേഹം ഈ പത്രിക സമർപ്പിക്കാനായി എത്തിയിട്ടുണ്ട്. അതിന്റെ ചില മാതൃകകൾ എന്ന് പറയുന്നത്, ഒന്ന് ഈ അവിടുത്തെ കുടിവെള്ള പ്രശ്നമാണ്. ആ കുടിവെള്ള പ്രശ്നം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കുടമേന്തിയിട്ടുള്ള ഒരു സ്ത്രീ, മറ്റൊന്ന് അവിടുത്തെ കുട്ടികളുടെ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ വിദ്യാഭ്യാസം തുടങ്ങി നിരവധി പ്ലോട്ടുകൾ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകളെ കൂടി ഈ പ്രകടനത്തിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് അദ്ദേഹം പത്രിക സമർപ്പിക്കാനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ജില്ലാ ഭരണാധികാരിക്ക് മുൻപാകെ പത്രിക സമർപ്പിക്കാനായി എത്തി. പത്രിക അദ്ദേഹം സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, സംസ്ഥാനത്തെ ഏറ്റവും വലിയ കടുത്ത പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലമാണ് ബേപ്പൂർ മണ്ഡലം. കാരണം അവിടെ LDFന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള മുഹമ്മദ് റിയാസ്, UDFന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള PV അൻവർ, BJPയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള പ്രകാശ് ബാബു, ഇവർ 3 പേരും കരുത്തരായിട്ടുള്ള നേതാക്കളാണ്, കരുത്തരായിട്ടുള്ള സ്ഥാനാർത്ഥികളാണ്. അപ്പോൾ ഇവരിൽ ആര് ജയിക്കും ബേപ്പൂരിൽ എന്നുള്ളതാണ് PV അൻവർ വളരെ മുൻപ് തന്നെ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ PV അൻവർ മുഹമ്മദ് റിയാസിനും മുഖ്യമന്ത്രി പിണറായി വിജയനുമെതിരെ നീങ്ങിയതിന്റെ അടിസ്ഥാനത്തിലാണ് ബേപ്പൂരിലെ സ്ഥാനാർത്ഥിയാകുന്നത്. നേരിട്ടേറ്റുമുട്ടാൻ തയ്യാറാകുന്നു PV അൻവർ. മുഖ്യമന്ത്രിക്കും മുഹമ്മദ് റിയാസിനുമെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ ബേപ്പൂരിൽ എത്രത്തോളം ഫലവത്താകും എന്നുള്ളതാണ് ഈ തിരഞ്ഞെടുപ്പ് കാണിച്ചു തരിക. ബോക്സിൽ കാണാം പ്രധാനപ്പെട്ട നേതാക്കൾ: AK ശശീന്ദ്രൻ, അപ്പു ജോസഫ്, PV അൻവർ. പ്രതിപക്ഷ നേതാവ് പ്രകടനമായി എത്തുന്നു. അർജുൻ മട്ടന്നൂരിലേക്ക് വീണ്ടും. അർജുൻ, എവിടെ നിന്നാണ് ഈ പ്രകടനമായി പ്രതിപക്ഷ നേതാവ് നീങ്ങുന്നത്? സ്മൃതി, ഇപ്പോൾ പറവൂരിലെ കോൺഗ്രസ് ഓഫീസായ രാജീവ് ഭവനിൽ നിന്നാണ് പ്രകടനമായി ഇപ്പോൾ ഭരണാധികാരിയുടെ അടുത്തേക്ക് പോകുന്നത്. ഏതാണ്ട് 400 മീറ്ററോളം ദൂരമുണ്ട് ഭരണാധികാരിയുടെ ഓഫീസിലേക്ക്. പറവൂർ അഡീഷണൽ തഹസിൽദാർ മുൻപാകെയാണ് ഇപ്പോൾ പത്രിക സമർപ്പിക്കാൻ പോകുന്നത്. അല്പസമയത്തിനകം തന്നെ ഭരണാധികാരിയുടെ ഓഫീസിലേക്ക് പ്രതിപക്ഷ നേതാവും അതോടൊപ്പം തന്നെ മറ്റ് നേതാക്കളും പ്രവർത്തകരും അടക്കം എത്തുകയും ചെയ്യും. അതിനുശേഷം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയും ചെയ്യും. പ്ലാച്ചിമട സമരസമിതിയാണ് പ്രതിപക്ഷ നേതാവിന് തിരഞ്ഞെടുപ്പിൽ കെട്ടിവെക്കാനുള്ള പണമടക്കം
നൽകുകയും ചെയ്തത്. ഈ പത്രികാ സമർപ്പണത്തിന് ശേഷം അടുത്ത ദിവസം മുതൽ പ്രതിപക്ഷ നേതാവ് മറ്റ് ജില്ലകളിലേക്ക് പ്രചരണത്തിന് പോവുകയും ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ വലിയ തോതിൽ പ്രചരണത്തിന് അദ്ദേഹം സംസ്ഥാന വ്യാപകമായി ഇറങ്ങുകയും ചെയ്യുകയാണ്. എന്തായാലും പത്രികാ സമർപ്പണത്തിന്റെ അവസാന ദിവസമായ ഇന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പത്രികാ സമർപ്പണത്തിന് വേണ്ടി എത്തുകയും ചെയ്തത്. ഇതാ ഇപ്പോൾ അദ്ദേഹം വരണാധികാരിയുടെ ഓഫീസിലേക്ക് എത്തുകയാണ്. അവിടെ പ്രവർത്തകരൊപ്പം വലിയ ആവേശത്തോടുകൂടി വലിയ പ്രകടനമായി തന്നെയാണ് അദ്ദേഹം കാൽനടയായിട്ടാണ് വരണാധികാരിയുടെ ഓഫീസിലേക്ക് എത്തുകയും ചെയ്തത്. ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ അദ്ദേഹം പത്രിക സമർപ്പിക്കുകയും ചെയ്യും. ജില്ലയിലെ വിവിധയിടങ്ങളിൽ വിവിധ നേതാക്കൾ, വിവിധ സ്ഥാനാർത്ഥികൾ ഇത്തരത്തിൽ പത്രിക സമർപ്പിക്കുന്നുണ്ട്. മാത്യു കൊൽനാടൻ MLA, അതോടൊപ്പം തന്നെ മറ്റ് നിരവധി നേതാക്കൾ, PP സജീന്ദ്രൻ, മനോജ് മുത്തേടൻ തുടങ്ങി നിരവധി നേതാക്കൾ ഇന്ന് പത്രിക സമർപ്പിക്കുന്നുണ്ട്. അവസാന ദിവസമായ ഇന്നാണ് അദ്ദേഹം പത്രിക